ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു കറക്റ്റ് 7 മണിയാകുമ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന്. അത് വേറൊന്നും അല്ല കേട്ടോ. ഇന്ന് കൃത്യം 7 മണിയാകുമ്പോൾ കമോൺ മീഡിയയുടെ ബാനറിൽ ബിനോയ് ചിതറ എഴുതി പിന്നെ കഥയും സംഭാഷണവും സംവിധാനവും വിനായകത്തിൽ വിപിൻ നിർവഹിച്ച് ഞങ്ങൾ കൂടി അഭിനയിച്ച സുമതി വളവ് എന്ന ഒരു ഹൊറർ മൂവിയുടെ റിലീസിംഗ് ആണ്. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഞാനൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ പിന്നെ മുകളിലത്തെ ക്യാപ്ഷനായിട്ട് ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ലിങ്കിൽ കയറുക, ഈ വീഡിയോ കാണുക, എന്നിട്ട് ആ വീഡിയോ ഫുള്ളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായിട്ട് രൂപപ്പെടുത്തണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതിനകത്തുള്ള തെറ്റ് കുറ്റങ്ങൾ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. സുമതി വളവ് എന്ന സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇത് തുടങ്ങിയതാണ്. കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ ഇന്നാണ് ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും കയറി ആ വീഡിയോ കാണണം. കാരണം നമ്മൾ പറയുക ഇത് സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളും കാണണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട് എൻ്റെ പേര് മെൻഷൻ ചെയ്ത് തന്നെ അതിൽ കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോഴെനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് എത്ര പേര് ഇത് കണ്ടു എന്നുള്ളത്. മാത്രമല്ല ഈ ചാനൽ, അതായത് കമോൺ മീഡിയ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. നമ്മുടെ ഷോർട്ട് ഫിലിം ലിങ്ക് എല്ലാം ഇടുന്നതും ഷോർട്ട് ഫിലിം ആയാലും ആൽബം ആയാലും ആഡായാലും എല്ലാം ഇടുന്നത് ആ ചാനലിലാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ സപ്പോർട്ടിങ്ങും അനുഗ്രഹവും നമുക്ക് കൂടിയേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യുന്നു, നിനക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുന്നവരടുത്ത് ഒരു ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. ഇതിൽ സുമതിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സെ ഞാൻ വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളതിൽ രേഖപ്പെടുത്തണം. അത് പോസിറ്റീവ് ആയാലും ഓക്കെ, നെഗറ്റീവ് ആയാലും ഓക്കെ. കാരണം അത് കാണുന്നവരെ കണ്ടിലാണല്ലോ ഓരോ കാഴ്ചകൾ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ ആകുമ്പോൾ ഞാൻ പറയാം അത് അടിപൊളിയാണ്, സൂപ്പറാണെന്ന് കാണണം എന്നെനിക്ക് പറയാം. ഇപ്പോൾ എൻ്റെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ കണ്ടിട്ട് പറയുമ്പോൾ അത് അത്ര വലിയ രസമൊന്നുമില്ല. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് കമൻറ്റുകൾ തന്നെ വന്ന് നിറയാവുള്ളൂ എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ സിനിമ കാണണം. സിനിമ കണ്ടിട്ട് അതിൽ ഓരോ പാട്ടുകളും അതിനകത്ത് ഡയറക്ഷൻ ആയാലും പിന്നെ ലൊക്കേഷൻ ആയാലും മ്യൂസിക് ആയാലും എഡിറ്റിംഗ് ആയാലും ഡബ്ബിംഗ് ആയാലും എല്ലാത്തിലും സീൻ ബൈ സീൻ ആണെങ്കിലും അതിലെ മ്യൂസിക് ആയാലും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് വളരെ ശ്രദ്ധയോടുകൂടി നല്ലതുപോലെ വീക്ഷിച്ചിട്ട് മാത്രം അതിന് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹെഡ്സെറ്റ് വെച്ച് തന്നെ നിങ്ങൾ കാണണം. എങ്കിലേ അതിൻ്റെ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഇത് സുമതി എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ റിയൽ സ്റ്റോറിയാണ് നമ്മളെടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന് റിലീസായി പോയ സിനിമയായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവുമില്ല. ആ സിനിമ ഒരു കോമഡി മൂഡാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇത് സുമതിയുടെ റിയൽ സ്റ്റോറിയാണ്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പോലും ആ പാലോട് എന്ന് പറഞ്ഞ സുമതി വളവിൽ വെച്ച് തന്നെയാണ്. ആ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം, അതായത് ഒരു 2-1.5 മാസത്തിന് മുന്നേ ഒരു വെള്ളിയാഴ്ച രാത്രി 12 മണി തൊട്ട് വെളുപ്പിന് 3-3:30 മണി വരെ ആ ലൊക്കേഷനിലായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിങ്. പിന്നെ ഇതിനകത്ത് ദേവൻ എന്ന് പറയുന്ന ആൾ അതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സുമതി വളവെന്ന് പറയുന്ന ആ ഒരു വളവെത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോകുന്ന റോഡും പല ഭാഗങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷൂട്ട് ചെയ്ത് അത് സേവ് ചെയ്തതാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം ഞങ്ങളുണ്ട്, കാറിലിരിക്കുമ്പോഴാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ആ വിഷ്വലൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതിനകത്ത് സുമതിയായിട്ട് ഞാനാണ് അഭിനയിച്ചെന്ന് പറഞ്ഞല്ലോ. ആ സുമതിയുടെ വളവിലുള്ള ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് സീൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു എനിക്ക് അത് അഭിനയിക്കുമ്പോൾ. അത് കുറച്ച് സമയം വേണ്ടി വന്നു അതിൽ നിന്ന് റിലാക്സ്ഡ് ആവാനായിട്ട്. അങ്ങനെയുള്ള കൊച്ചു അനുഭവങ്ങൾ നമുക്ക് അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രത്തോളം റിസ്ക് എടുത്ത് ഇത്രത്തോളം എഫർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമയാണ് ഈ സുമതി വളവ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സ്നേഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സും, ഞാനിപ്പം ഇടുന്ന വീഡിയോയ്ക്കെല്ലാം നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ലാതെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് കൂടി നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇടുന്ന വീഡിയോയുടെ കണ്ടന്റ് നോക്കിയല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്കുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടും നിങ്ങൾ പറയുന്ന വീഡിയോയ്ക്ക് മെൻഷൻ ചെയ്തും റിയാക്ട് വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ എത്ര പേര് എന്നെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് കമൻറ്റിലൂടെ അറിയണം. ഓക്കെ, ഇത് വ്യൂ ആരാണ് കാണുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കമൻറ്റുകളായിട്ട് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് എൻ്റെ പേരും കൂടി മെൻഷൻ ചെയ്തിട്ട് കമൻറ്റ് ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ ഇടുമ്പോൾ ആ പേര് ഉൾപ്പെടെ ഞാൻ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ദയാച്ച് പറയുന്നത് ഞാൻ കമൻറ്റ് വായിച്ചാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആയിക്കോട്ടെ. ആ വീഡിയോയുടെ താഴെ വരുന്ന എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്തൊരു കണ്ടന്റ് വീഡിയോ നമ്മുടെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനകത്ത് അത് ഞാൻ പറയുന്നതായിരിക്കും. ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഫുള്ളും കാണണം, ഓടിച്ചോടിച്ച് കാണരുത് പ്ലീസ്. നല്ലൊരു സ്റ്റോറിയാണ്. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അതിൽ യാതൊരുവിധ ഇത് കൊള്ളത്തില്ല അത് കൊള്ളത്തില്ല എന്ന് പറയാനുള്ള ഭാഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇതിൽ ഇല്ല, ഒന്നുമില്ല. ഓരോ ഭാഗങ്ങളും നമുക്ക് അടുത്തത് എന്താണെന്നുള്ള ഒരു പിന്നെ ആകാംക്ഷ തരുന്ന രീതിയിലാണ് ഈ സ്റ്റോറിയുടെ ഡയറക്ഷനും
അതിൻ്റെ സ്ക്രിപ്റ്റും പോയിരിക്കുന്നത്. അതിൽ അത്യാവശ്യം നല്ല ആൾക്കാർ, എല്ലാം നല്ല അത്യാവശ്യം എക്സ്പീരിയൻസിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പം എന്തിനാണെന്ന് പറഞ്ഞാൽ സജീന നീ അടിപൊളിയാണ് എന്ന് പറയാനല്ല പറയുന്നത്, സിനിമ ഫുള്ളും കണ്ട് നല്ല വൃത്തിക്ക് മനസ്സിരുത്തി കണ്ടതിന് ശേഷം അത് വിലയിരുത്തി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക. കാരണം ഇപ്പം എനിക്ക് ഇത്രയും ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത ഒരു ഷോർട്ട് മൂവി റിലീസാവുന്നത്. 10-25 ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വേറെ. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ അധികം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ നിന്നായാലും യൂട്യൂബിൽ നിന്നായാലും ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടായ്മയിൽ എനിക്ക് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ഞങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് തന്നെ പറയുന്നു, രൂപപ്പെടുത്തുക. പിന്നെ ഒട്ടും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം എത്ര പേരത് ചെയ്യും, എത്ര പേർക്ക് എന്നെ ഇഷ്ടമുണ്ട്, എത്ര പേർ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു.